നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളെ തോൽപ്പിക്കണം. പക്ഷേ ഞങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരാണ്. ഞങ്ങൾക്കറിയാം എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന്, എങ്ങനെ ഈ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യണമെന്ന്, എങ്ങനെ ഈ ജേഴ്സി ഡിഫെൻഡ് ചെയ്യണമെന്ന് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ പറയുകയാണ്. അർജന്റീന നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്. അപ്പോൾ ലോക ചാമ്പ്യന്മാരെ തോൽപ്പിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാൽ ഈ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. നിലവിലെ ലോക ചാമ്പ്യനായിക്കൊണ്ട് വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് വളരെ സ്പെഷ്യലാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡി സ്പോർട്സിനെ കുറിച്ചുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ TYC സ്പോർട്സും അവർ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ടാഗ്ലിയാഫിക്കോ പറയുന്നു, വേൾഡ് കപ്പ് ചാമ്പ്യനായിട്ട് വീണ്ടും കളിക്കുക എന്ന് പറഞ്ഞാൽ അത് സംതിങ് വെരി സ്പെഷ്യലാണ്. ആ ഫീലിങ്സ് ഒരിക്കൽ കൂടി, നമ്മൾ വേൾഡ് കപ്പിന് പോകുന്ന ഫീലിങ്സ് ഒരിക്കൽ കൂടി. പക്ഷേ ഇത്തവണ നമ്മൾ ട്രോഫി ഡിഫെൻഡ് ചെയ്യാനാണ്, ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനാണ് പോകുന്നത്. അത് സംതിങ് ഡിഫറെൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് വേൾഡ് കപ്പ് കളിക്കാനും കിരീടം ചൂടാനും ഒക്കെയുള്ള അവസരം ലഭിച്ചു. പക്ഷേ ഇത്തവണ എല്ലാവർക്കും ഞങ്ങളെ തോൽപ്പിക്കണം, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സംതിങ് യുണീക്ക്. ആ ഫീലിംഗ് സംതിങ് യുണീക്കാണ്. ആ പ്രഷർ മാനേജ് ചെയ്യുക, ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഞങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അതുകൊണ്ട് ഈ ജേഴ്സിയെ, അർജൻറ്റീന ടീമിൻ്റെ ജേഴ്സിയെ ഡിഫെൻഡ് ചെയ്യുക, വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളതൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് തന്നെ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ പറയുന്നു. ഏതായാലും വളരെ വലിയ സന്തോഷത്തിൽ അർജൻറ്റീന ആരാധകർ ആഹ്ലാദിച്ച ആ ഒരു 4 വർഷക്കാലം കടന്നുപോയി. ഇനിയിപ്പോൾ ആ കിരീടം ഡിഫെൻഡ് ചെയ്യണം. അതിന് സാധിക്കുമോ ഈ അർജൻറ്റീന ടീമിനെന്നതാണ് ചോദ്യം. സാധിക്കും എന്നാണ് ടാഗ്ലിയാഫിക്കോ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.